പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ENS +2 പൊളിറ്റിക്കൽ സയൻസ് കോഡ് നമ്പർ 317 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 19ാമത്തെ ചാപ്റ്ററായ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ്, ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആൻസറും ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. 60%പ്പെട്ട ഭാഗങ്ങളാണ് എടുക്കുന്നത്. പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് അതിന്റെ ഫസ്റ്റ് കുറച്ച് ഭാഗം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, ട്രൂ ഓർ ഫാൾസ് ഉണ്ട്, മാച്ച് ദ ഫോളോയിങ്സ് ഉണ്ട്, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിന്റെയൊക്കെ ആൻസറുകൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിന്റെ ഇടയിലുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്താൽ കിട്ടും. എന്നാൽ 2 മാർക്കും 3 മാർക്കും 4 മാർക്കും നിങ്ങൾ ഗൈഡ് പഠിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഈ പറയുന്ന ആദ്യത്തെ 20-ലധികം ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ ഇടയിലുള്ള ഓരോ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസും നന്നായി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ കഴിയൂ. അപ്പൊ അതിൽ നിന്നൊരു 11 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിലെ എക്സാം എഴുതുന്നവർക്ക് ഇംഗ്ലീഷിൽ എഴുതുന്നത് ഇംഗ്ലീഷിലാണ്. ഇതേപോലുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പരമാവധി ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ നോക്കുക. ഇംഗ്ലീഷിൽ കിട്ടാത്തവരെ മാത്രം മലയാളത്തിൽ എഴുതിയാൽ മതി. പിന്നെ 2 മാർക്കും 3 മാർക്കും 4 മാർക്കും നിങ്ങൾക്ക് ഏത് ഭാഷ വേണമെങ്കിലും എഴുതാം. ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫേസ് 1952, അതായത് കാലഘട്ടമാണ്. 52 to 67 എന്ന കാലഘട്ടം ഇന്ത്യൻ പാർട്ടി സിസ്റ്റം ഏതാണ് പറയപ്പെടുന്നത്? വൺ ഡോമിനൻസ് അല്ലെ? ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിന്റെ ആദ്യത്തെ കാലഘട്ടമാണ് വൺ പാർട്ടി, ഏകകക്ഷി സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പൊ 52 to 67 ആണ്. അപ്പൊ ഏകകക്ഷി സമ്പ്രദായമാണ് മലയാളത്തിൽ, അല്ലെങ്കിൽ വൺ പാർട്ടി ഡോമിനൻസ് ആണ്. രണ്ടാമത് ഫ്രം 1975 to 77, 75 മുതൽ 77 വരെ അറിയപ്പെടുന്നത് ഏത് പീരീഡ് ആണ്? അതോറിറ്റേറിയൻ പീരീഡ് എന്നാണ് അതിനറിയപ്പെടുന്നത്. പിന്നെ മൂന്നാമത് പറഞ്ഞത് 77 to 88 എന്ന് പറയുന്നത് ജനതാ പാർട്ടി ഫേസ് എന്ന് പറയുന്നത് എന്താണ്? കൊളീഷണൽ പൊളിറ്റിക്സ് എന്നാണ് പറയുന്നത്. 78-88 ജനതാ പാർട്ടി കാലഘട്ടം എന്ന് പറയുന്നത് കൊളീഷണൽ പൊളിറ്റിക്സ് എന്നാണ്. നാലാമത് യുണൈറ്റഡ് ഫ്രണ്ട് ഗവൺമെന്റ് വാസ് കോമ്പിനേഷൻ ഓഫ് ഡേഷ് പാർട്ടി. 13 parties ആണ്. യുണൈറ്റഡ് ഫ്രണ്ട് ഗവൺമെന്റ് വാസ് കോമ്പിനേഷൻസ് ഓഫ് 13 parties. അഞ്ചാമത് നാഷണൽ പാർട്ടി ഷുഡ് ഹാവ് സെക്യൂർഡ് 4% വാലിഡ് വോട്ട് അറ്റ് ലീസ്റ്റ് 4 സ്റ്റേറ്റ് ആണ്. നാഷണൽ പാർട്ടി എന്ന് പറയുന്നത് 4% വാലിഡ് വോട്ടിൽ അറ്റ് ലീസ്റ്റ് 4% ആണ് വരുന്നത്. 4 സ്റ്റേറ്റിലാണ്. അടുത്ത CPI ഈസ് എ ഡേഷ് പാർട്ടി. നാഷണൽ പാർട്ടി CPI എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ദേശീയ പാർട്ടി. DMK എന്ന് പറയുന്നത് ഒരു റീജിയണൽ പാർട്ടിയാണ്. നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്നതും ഒരു റീജിയണൽ പാർട്ടി ആയിട്ടാണ് വരുന്നത്. അപ്പൊ റീജിയണൽ എന്നാണ്. CPI മാത്രം നാഷണൽ ആണ്. 9ാമത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോർമഡ് ഇൻ ദ ഇയർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് വർഷമാണ്? 1885-ലാണ്. 10ാമത് അണ്ടർ ഗാന്ധിസ് ലീഡർഷിപ്പ് കോൺഗ്രസ്. ഗാന്ധി ലീഡർഷിപ്പ് ആയിട്ടുള്ള കോൺഗ്രസ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് കോമൺ പീപ്പിൾ ആണ്. പിന്നെ 11ാമത് നാഷണൽ എമർജൻസി, ദേശീയ അടിയന്തരാവസ്ഥ ഏത് വർഷമാണ്? 1975-ലാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ആൻസറുകളാണ് വരുന്നതിന്റെ ആൻസർ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇടയിൽ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ കിട്ടും. ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവർക്ക് സൈറ്റിൽ നിന്ന് NISന്റെ ഓൺലൈൻ കോഴ്സ് ഓഫ് മെറ്റീരിയൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സീനിയർ സെക്കൻഡറി സെലക്ട് ചെയ്താൽ എല്ലാ വിഷയങ്ങളും കിട്ടും. അതിന് പൊളിറ്റിക്സിന്റെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവർക്ക് അതിൽ നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എൻ്റെ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാം. എല്ലാ വിഷയത്തിൻ്റെയും മലയാളത്തിലുള്ള ഗൈഡുകൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ക്ലാസ്സുകൾ നമ്മുടെ ചാനലുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് ഇന്ത്യയിൽ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിൽ മുഴുവൻ സ്റ്റേറ്റുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ ഗൾഫിൽ ഇരുന്നവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. തടസ്സമില്ലാത്ത രീതിയിൽ ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് ആണ് നൽകുന്നത്. അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ വീട്ടിലിരുന്ന് ഓൺലൈനായി പരീക്ഷ എഴുതാൻ പറ്റുന്ന ബോസ് എഡ്യൂക്കേഷൻ്റെ SSLC +2 നൽകുന്നുണ്ട്. ഷുവർ പാസ് ആണ്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നമ്മൾ നൽകുന്നുണ്ട്.
കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.